ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒത്തുകൂടുന്ന ആൾക്കൂട്ടമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സമയമാകുമ്പോൾ ഓടിക്കൂടുന്ന ഈ ആൾക്കൂട്ടത്തിൽ സ്വാധീനമുള്ളവർ പട്ടികയിൽ കയറിപ്പറ്റും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ എങ്ങനെ എത്തി എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. വോട്ടർ ID കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു എങ്കിലും അന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി മാറി. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, അല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള നാണക്കേട് വരുത്തി വച്ചതിനെ തുടർന്ന് മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കുകയും ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ വ്യക്തി അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കുമ്പോൾ രണ്ടാമത് വോട്ട് കിട്ടിയ വ്യക്തി അധ്യക്ഷനാവുകയാണ് സാധാരണ പതിവ്. ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർട്ടിയാകുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് വില കൊടുക്കേണ്ടത്. ജനങ്ങൾ 1.5 ലക്ഷത്തോളം വോട്ടുകൾ നൽകി എന്നാണല്ലോ ഈ പറയുന്ന അബിൻ വർക്കി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക രീതിയിൽ ഒരു പ്രതീക്ഷയൊക്കെ അബിൻ വർക്കിക്ക് ഉണ്ടായിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന ദിവസം ഉച്ചയോടുകൂടി അബിൻ വർക്കി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതൊരു പ്രസ്താവനയാണെന്ന് പറയാൻ കഴിയില്ല, അതിനൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു. മുഖ്യമന്ത്രിയെയും മകളെയും മകനെയും മരുമകനെയുമൊക്കെ കാണിച്ചു തരാമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി. ഇത് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. ആരാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ? അയാളൊന്ന് കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. മോൾക്ക് ഇഡിയുടെ നോട്ടീസ് കിട്ടി, മോൻ ഇഡിയുടെ നോട്ടീസ് കിട്ടി, മരുമോൻ ഇഡിയുടെ നോട്ടീസ് കിട്ടുന്ന ദിവസം ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഇതിലൂടെ എങ്ങനെ നടക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പം അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ കൂട്ടുകാരനായ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് അവനൊക്കെ സുഖമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ കേരളത്തിലും കോഴിക്കോടുമൊക്കെ ഉയർന്നു പൊങ്ങിയ കുറേ സ്ഥാപനങ്ങൾ, പെട്ടെന്നുണ്ടായ വളർച്ച, അതിൻ്റെ പിന്നിലെ ഫണ്ടിങ്, ആ ഫണ്ടിങ് ഒക്കെ എന്താണെന്ന് അന്വേഷിച്ചാൽ മരുമോനും മരുമോൻ്റെ പിണിയാളായ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ കുടുങ്ങും. അതുകൊണ്ട് അവൻ അധികം അഹങ്കരിക്കാൻ നിൽക്കണ്ട. ആ അഹങ്കരിക്കാൻ നിൽക്കുന്നത് BJPയുടെ തണലിലാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും. കേന്ദ്രത്തിലും ഒരു ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും അറിയാം. അതുകൊണ്ട് ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ കരുതി വെച്ചോ, ചെവിയിൽ നുള്ളി വെച്ചോ. മോനും കഴിഞ്ഞ് മരുമോൻ ED നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. സാധാരണ അബിൻ വർക്കിൽ നിന്നും ഇത്ര പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഒന്നും ഉണ്ടാകാത്തതാണ്. എന്നാൽ അന്ന് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയതിന് കാരണമുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം, ഒന്നുകിൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്ന് പുള്ളിക്കാരന് അറിയാമായിരുന്നു. അത് താൻ തന്നെ ആയിരിക്കുമെന്ന് അബിൻ വർക്കിയുടെ നേതാവ് രമേശ് ചെന്നിത്തല അബിൻ വർക്കിക്ക് ഉറപ്പു നൽകിയതുമാണ്. വളരെ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു പുള്ളിക്കാരൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അത്ര ചെറിയ പദവിയൊന്നുമല്ലല്ലോ. ഒന്നുമല്ലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MLA സ്ഥാനം ഒപ്പിച്ചെടുക്കാനുള്ള വഴിയായിരുന്നു അത്. പക്ഷേ അബിൻ വർക്കിയും രമേശ് ചെന്നിത്തലയും വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തകരുടെ വോട്ടുകൾ ലഭിച്ചു മുന്നിലെത്തിയ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൽ തന്നെ നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യവുമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നെ കേരളത്തിലെങ്കിലും നിൽക്കാൻ സമ്മതിക്കണമെന്ന അബിൻ വർക്കിയുടെ അഭ്യർത്ഥന പോലും കോൺഗ്രസ് നേതൃത്വം കേട്ടതായി തോന്നുന്നില്ല. അബിൻ വർക്കിയുടെ അഭ്യർത്ഥനയൊക്കെ KPCC പ്രസിഡന്റ് തമാശയായാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതിനുമപ്പുറം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിച്ചത് അബിൻ വർക്കിയാണെങ്കിലും അടി കൊണ്ടത് അബിൻ വർക്കിക്കല്ല, അത് ചെന്നിത്തലയ്ക്കായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനമെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരരുത് എന്നുള്ള താക്കീതായിരുന്നു ചെന്നിത്തലയ്ക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. വിനയായത് വിരോധമോ? ഈ യുദ്ധത്തിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടോ? ഒരു യുദ്ധം നടക്കുമ്പോൾ തോറ്റുപോയയാൾ മരിച്ചു പോവുകയോ കാരാഗ്രഹത്തിൽ പോവുകയോ ചെയ്യാം. ഇനി അല്ല, ഇതൊരു കായിക മത്സരമാണെങ്കിൽ 1ാം സമ്മാനം കിട്ടിയ ആൾ അയോഗ്യനായാൽ 2ാം സ്ഥാനത്തെ ആൾ 1ാം സ്ഥാനത്താവും, 3ാം സ്ഥാനക്കാരൻ 2ാം സ്ഥാനത്താവും. കോൺഗ്രസ് ആണ് പറയേണ്ടത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണോ അതോ കായിക മത്സരമാണോ? അല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ 1ാം സ്ഥാനത്ത് നേടിയ ആൾ MLAയോ ജനപ്രതിനിധി എന്തെങ്കിലും ആയാൽ അയാൾ രാജിവെച്ചതുകൊണ്ട് 2ാം സ്ഥാനത്തിരിക്കുന്ന ആളെ 1ാം സ്ഥാനത്തേക്ക് കയറ്റാനും ആവില്ല. ഇത് ഒരു സംഘടനയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര വിഷയമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിഞ്ഞു പോയി 1-2 വർഷം കഴിയുമ്പോൾ അയാൾ പുറത്തു പോയാൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളെ കയറ്റണമെന്ന് നിയമമൊന്നുമില്ല, കയറ്റാതിരിക്കണമെന്നും നിയമമൊന്നുമില്ല.
അതുകൊണ്ട് അങ്ങനെ ഒരു 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 ക്ലെയിം അബിൻ വർക്കിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറൊരു വിഷയമാണ്. കോൺഗ്രസ് പറയണം എന്താണെന്നുള്ളത്. അവരുടെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അപ്പീലൊന്നുമില്ല. നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അബിൻ വർക്കി 2ാം സ്ഥാനത്തായി പോയത് അതൊരു കുഴപ്പമായി കരുതരുത്. 1,70,000 വോട്ട് നേടിയാണ് അബിൻ വർക്കി 2ാം സ്ഥാനത്ത് വന്നത്. അതൊരു ഒരു അയോഗ്യതയുമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന OJ ജനീഷിന് 19,000 വോട്ട് കിട്ടിയത് ഒരു കുറവുമല്ല. കാരണം OJ ജനീഷ് എങ്ങനെയാണ് ഈ ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നത്? OJ ജനീഷ് ഐ ഗ്രൂപ്പാണ്. അന്ന് അബിൻ വർക്കിയെ ഐ ഗ്രൂപ്പ് തീരുമാനിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും സ്വന്തമായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രേ കിട്ടൂ. അതുകൊണ്ടാണ് OJ ജനീഷിന് 19,000 വോട്ടായി പോയത്. അതൊക്കെ ഇതിനകത്ത് ഇലക്ഷനകത്തുള്ള ഡൈനാമിക്സാണ്. പക്ഷേ അബിൻ വർക്കിയെ നമ്മൾ പിന്നെ എവിടെയാണ് കണ്ടത്? അബിൻ വർക്കി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഈ പാർട്ടി രംഗത്ത്, പ്രക്ഷോഭ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ പിന്നെ പാർട്ടിയുടെ മുഖമായി നിന്നത് അബിൻ വർക്കിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളിലും സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്ന അബിൻ വർക്കിയെ നമ്മൾ എവിടെ കണ്ടു? തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അബിൻ വർക്കിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി 2ാം സ്ഥാനത്തായിപ്പോയി എന്നുള്ളത് അബിൻ വർക്കിയുടെ ഒരു കുറവല്ല. എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് തോറ്റത്? വളരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പരാതിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അബിൻ വർക്കി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിന് ഒപ്പം അബിൻ വർക്കിയെ നമ്മൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി നിൽക്കുന്ന അബിൻ വർക്കിയെ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ സംഘടനയിൽ വേറെയും ചുമതലക്കാരുണ്ടെങ്കിലും അബിൻ വർക്കിയാണ് സജീവമായി സംഘടനയെ നയിച്ചത്. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചോയ്സ് അബിൻ വർക്കി കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അങ്ങനല്ല, KSUക്കാരൻ അത് ക്രിസ്ത്യാനിയാണ്, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്, അപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അസംബന്ധം എന്നുള്ളതാണ് അതിനൊരു ഒറ്റ വാക്കുള്ള മറുപടി. കാരണം യൂത്ത് കോൺഗ്രസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സംഘടനയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി നിന്ന്, പ്രതിപക്ഷത്തിൻ്റെ നാക്കും ശരീരവുമായി നിന്ന് സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട സംഘടനയാണ്. ആ സംഘടനയിൽ 1,70,000, എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. അത്ര മോശമൊന്നുമല്ല. 1,70,000 വോട്ട്, 1,70,000 വോട്ട് വാങ്ങി ജയിച്ച ഒരാൾ, അയാളുടെ പിന്നിൽ എത്ര പേരുണ്ടെന്നറിയാം. അദ്ദേഹം ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അയാളെ കേരളത്തിൽ നിന്ന് തന്നെ കയറ്റി അയക്കുകയും ചെയ്തിട്ട് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നാണോ കരുതുന്നത്? അവിടെയാണ് പ്രശ്നം. അബിൻ വർക്കി എന്ന് പറയുന്നൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയപ്പോഴും. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ സംഘടനയിൽ നിന്ന്, ഈ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അബിൻ വർക്കി എന്ന് വന്ന് കാര്യമായി പറഞ്ഞത്. എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി, എന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നെ സഹായിക്കരുത് എന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ വിഷയം അബിൻ വർക്കി ഇന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്. അബിൻ വർക്കി വെറുതെ അല്ല ഇന്നൊരു മുദ്രാവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ എൻ്റെ ജാതിയുടെ, എൻ്റെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കി എന്ന് തന്നെയാണ് അബിൻ വർക്കി ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിനകത്തൊരു ശരിയുമുണ്ട്. എന്നു മുതലാണ് കോൺഗ്രസിനകത്ത് ഈ യൂത്ത് കോൺഗ്രസും KSUവിനകത്തും ഒക്കെ ഇങ്ങനൊരു പ്രശ്നം വന്നത്? എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് മര്യാദയ്ക്കൊരു ഒരു ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത ശേഷിയില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്ക് എല്ലാ കാലത്തും അറിയാം. KPCCകൾ അങ്ങനെയാണ്, പുനഃസംഘടിപ്പിക്കും, സ്വന്തക്കാർ വരും, ഗ്രൂപ്പുകൾ വരും, സമവാക്യങ്ങൾ മാറി മാറി വരും. പക്ഷേ 2008-ലോ 2009-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വേറൊരു രീതി കൊണ്ടുവന്നത്. അന്ന് അഭിമുഖ പരീക്ഷയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ അപ്ലൈ ചെയ്യണം, അതിനുശേഷം അവിടെ വന്നിട്ട് ഡൽഹിയിലോ മറ്റോ അഭിമുഖം നടക്കും. അന്ന് രസകരമായ സംഭവം, ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ നീക്കം തന്നെ കേരളത്തിൽ പാളിയിരുന്നു. അന്ന് M. ലിജു ആണ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നത്. അന്ന് വൈകുന്നേരം ലിജുവിൻ്റെ പേര് പിൻവലിച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് ലിജുവിനെ ആക്കാൻ പറ്റില്ല എന്ന് പ്രധാനപ്പെട്ട A ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തതോടുകൂടിയാണ് അത് പൊളിഞ്ഞത്. അപ്പോൾ അങ്ങനൊരു ചരിത്രം കോൺഗ്രസ്സിന് ഇതിനു മുമ്പുണ്ട്. രാഹുൽ ഗാന്ധിയെ വരെ വരച്ച കോരയിൽ നിർത്തിയിട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കന്മാർ കേരളത്തിലെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഞാൻ അതുമായി കൂട്ടി വായിക്കുകയാണ്. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവ് ഇന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചത് നോക്കാം എന്നാണ്. വരട്ടെ എന്നാണ് പറഞ്ഞത്. എന്തൊരു ഗൗരവകരമായ പ്രസ്താവന. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറയുകയാണ്. 2008 ആവർത്തിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് കേന്ദ്ര നേതൃത്വത്തിന് ഇതിന് വിശദമായ പരാതി അയക്കാൻ പോവുകയാണ്.
യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കാൻ പോലും ആലോചിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിനകത്തുള്ള പൊതുവികാരം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൽ അബിൻ വർക്കി സ്ഥാനം നഷ്ടപ്പെട്ടത് അബിൻ വർക്കി എന്തെങ്കിലും കുഴപ്പം ചെയ്തതുകൊണ്ടോ അബിൻ വർക്കിക്ക് കുറേ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടോ അല്ല. ലക്ഷ്യം അബിൻ വർക്കിയുമല്ല. കേരളത്തിലൊരു പുതിയ ഗ്രൂപ്പ് സമവാക്യം വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കേരളത്തിൽ വളരെ സജീവമായി നിന്ന കാലം അവസാനിച്ചു. അതിപ്പോൾ അവസാനിച്ചതല്ല. ഇപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന ആളാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിരുന്നു വി ഡി സതീശൻ. അവിടെ നിന്ന് വി ഡി സതീശൻ സ്വന്തം നിലയിലേക്ക് മാറുന്നു. അദ്ദേഹം യൂത്ത് ബ്രിഗേഡ് ഉണ്ടാക്കുന്നു, വേറൊരു സംഘം രീതിയിൽ പോകുന്നു. അദ്ദേഹം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി മാറുന്നു. അപ്പോൾ തന്നെ വേറൊരു ഗ്രൂപ്പ് സമവാക്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഏതാ, ഐ ഏതാ, എ ഏതാ, ഐക്കകത്തെ അവാന്തര വിഭാഗങ്ങൾ ഏതാ എന്നതിനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളുള്ളൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അവിടെ കെ സി വേണുഗോപാലിൻ്റെ എൻട്രി സംഭവിച്ചിരിക്കുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ എൻട്രി വെറുതെയല്ല. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന അലോഷി സേവ്യർ സത്യത്തിൽ കെ സി ഗ്രൂപ്പ് ആയിരുന്നില്ല. പദവി കിട്ടിയ ശേഷം കെ സി പക്ഷത്തേക്ക് ചാഞ്ഞതാണ്. ജെ ബി മേത്തർ അങ്ങനെ തന്നെ പദവി കിട്ടിയ ശേഷം ചാഞ്ഞവരാണ്. പക്ഷേ ഔദ്യോഗികമായി ഇവർക്കൊക്കെ വേറെ ഗ്രൂപ്പ് ഉണ്ട് താനും. ഞാൻ മനസ്സിലാക്കുന്ന കെ സി വേണുഗോപാൽ ഈ ചർച്ചകളിൽ ചോദിച്ച ഒരു ചോദ്യം, എനിക്കും വേണ്ട ഒരാൾ, നിങ്ങൾക്കൊക്കെ ആളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്രയോ കാലമായി ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, സംഘടനകൾ കൈവച്ചുകൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ സ്ഥിരമായി എ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. എനിക്കും വേണ്ടേ ഒരു പദവി എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് വീതം വെപ്പിലാണ് അബിൻ വർക്കി പുറത്തു പോയെന്നുള്ളതാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം. അല്ലാതെ വേറെ ഒരു വിഷയവുമില്ല. കെ സി വേണുഗോപാൽ ഹാസ് അറൈവ്ഡ്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കസേര വലിച്ചിട്ട് ഞാനും ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്, എനിക്കും വേണം പദവികൾ എന്ന് പറഞ്ഞു. അതിന് നേരത്തെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ, പോഷക സംഘടനകളിലെ ഭാരവാഹികളെയൊക്കെ കെ സി തൻ്റെ പക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പദവി ചോദിച്ചു വാങ്ങുന്നു. ഒരു പദവി മാത്രമല്ല, 2 പദവി, വർക്കിംഗ് പ്രസിഡന്റിനെ കൂടിയാണ്. ബിനു ചുള്ളിയിലിന് വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാൽ ശക്തമായി വാദിച്ചത്. അത് നടക്കുന്ന പ്രശ്നമില്ല. കാരണം ബിനു ചുള്ളിയിൽ ഈ സംഘടനയുടെ 7 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിൽ നടക്കില്ല എന്നായപ്പോൾ നോക്കണേ ധൈര്യം, അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി മാറ്റി. അങ്ങനെ സംഘടനയിൽ ഒന്നല്ല, രണ്ടാമതൊരു പദവി കൂടി ഉണ്ടാക്കി. അങ്ങനെ 2 പദവികൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പല പ്രാവശ്യം വന്നതാണ്. നമ്മളിന്ന് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് വാർത്തകളും കൊടുത്തതാണ്. കെ സി പറയുന്നത് ഞാൻ വരുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരാൻ കച്ചകെട്ടിയിരിക്കുന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഏറ്റവും ശക്തിയുള്ളൊരു നേതാവാണ്. പക്ഷേ ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പാണ്. അതെ, ബീഹാർ തോറ്റാൽ, കോൺഗ്രസിൽ ബീഹാർ നാമാവശേഷമായാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ കാത്തിരിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിരയുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും. അവരുടെ ആദ്യത്തെ ടാർഗറ്റ് കെ സി വേണുഗോപാലാകാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില നേതാക്കളടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ കോൺഗ്രസിന് അടിപതറിയാൽ ചിലപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഇനി അങ്ങനെയല്ല, കെ സി വേണുഗോപാൽ അപ്പോഴും സർവ്വശക്തനായി നിൽക്കുകയാണെന്നും ബീഹാർ ജയിച്ചെന്നും വിചാരിക്കുക. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു സീറ്റ് തിരഞ്ഞെടുക്കാനും വേണമെങ്കിൽ കേരളത്തിൽ വരാനും അദ്ദേഹം തീരുമാനിച്ചൊന്നും ഇരിക്കട്ടെ. അപ്പോഴും അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലായിരിക്കുമല്ലോ മത്സരിക്കുക. അപ്പോൾ ബാക്കിയുള്ള എം പിമാരോ ഒന്നൊന്നായി ചാടി വീഴും. കേരളത്തിലെ ബാക്കിയുള്ള എം പിമാർ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മത്സരിച്ചൂടെ? ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ അവസരം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തോടു കൂടി ഒരു പരിധിവരെ ആ സംഘടനയെ നിർജ്ജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തലവേദനകൾ കാത്തിരിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വളരെ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. പകരം ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കുകയും പുതിയ ഒരു ഗ്രൂപ്പിനെ അംഗീകരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനിയുള്ള മാസങ്ങളിലെ സംഘടനയുടെ സജീവതയാണ്.